ഏറെ നാളായി നഷ്ടപ്പെട്ട തങ്ങളുടെ മകൻ മക്കയിലെ അൽ അമീൻ എന്നറിയപ്പെടുന്നവരുടെ വീട്ടിൽ അടിമയായിട്ടുണ്ടെന്ന് കൽബ് ഗോത്രക്കാരനായ ഹാരിസത്ത് ബിൻ ഷറാഹീലിന്റെ കാതിലെത്തി. അദ്ദേഹം ഏറെ പ്രതീക്ഷയോടെ തന്റെ മകനെ കാണാൻ പിതൃവ്യനായ കഅബിനെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. നബിയുടെ അരികിലെത്തിയ ആ പിതാവ് കൺമറഞ്ഞു പോയ മകൻ വർഷങ്ങൾക്കു ശേഷം മുതിർന്ന പയ്യനായി മുന്നിൽ നിൽക്കുന്ന കാഴ്ച കണ്ട് ഉള്ളു നിറഞ്ഞ് സന്തോഷിച്ചു. നിയാന്വിതനായി നബിയോട്, അങ്ങേക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞങ്ങൾ തരാം, ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് നബി അവരോട് പറഞ്ഞു, നമുക്ക് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യാം. അവൻ നിങ്ങളുടെ കൂടെ വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം. അതിന് നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരമൊന്നും തരണ്ട. മറിച്ച് അവൻ എൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അവനെ ഒരിക്കലും വിട്ടുതരുകയില്ല. സൗമ്യമായിരുന്നു പ്രവാചകരുടെ മറുപടി. നിങ്ങൾ സെയ്ദിനെ വിളിച്ച് ആഗതരെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ഇവരെ നിങ്ങൾക്കറിയാമോ? അതെ, ഇവരെന്റെ പിതാവാണ്. സെയ്ദ് ഉടനെ തന്നെ മറുപടി പറഞ്ഞു. നബി തങ്ങൾ സെയ്ദിനോടായി പറഞ്ഞു, നിനക്ക് ഇവരെയും എന്നെയും വ്യക്തമായി അറിയാമല്ലോ. നിനക്ക് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം. നിനക്ക് അവരുടെ കൂടെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് അവരുടെ കൂടെ പോകാം. എൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ എൻ്റെ കൂടെയും നിൽക്കാം. തൻ്റെ മകൻ തന്നിലേക്ക് ഓടി വരുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ആ പിതാവിനെ അമ്പരപ്പിച്ചുകൊണ്ട് സെയ്ദ് എന്നവർ ഇങ്ങനെ പറയുകയാണ് ചെയ്തത്, ഞാൻ അങ്ങയെ വിട്ട് എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല. സെയ്ദിന്റെ മറുപടിയിൽ അവർക്കിടയിൽ വിട്ടുപിരിയാനാവാത്ത ആത്മബന്ധത്തിന്റെ അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ പിതൃവ്യനും പിതാവും അവർക്കിടയിൽ തങ്ങൾ അതുവരെ കാണാതെ കിടന്ന ആത്മസ്നേഹത്തിന്റെ പച്ചക്കടലിലേക്ക് ഏറെ നേരം നോക്കി നിന്നു. നബി സെയ്ദിന്റെ കയ്യും പിടിച്ച് കഅബക്കരികിലെ ഖുറൈശി സഭയെ സാക്ഷിയാക്കി ഇപ്രകാരം പറഞ്ഞു, ഇന്നു മുതൽ സെയ്ദന്റെ മകനാണ്. അവനക്കുള്ളതെല്ലാം എൻ്റേതും എൻ്റേതെല്ലാം അവനക്കുള്ളതുമാകുന്നു.